പാനസോണിക് ലൈഫ് സൊല്യൂഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അവരുടെ പേര്. 2007 പാനസോണിക് വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ആങ്കർ എന്ന കമ്പനിയെ വാങ്ങിച്ചു. ഇത്ര കോടിക്കണക്കിന് കൊടുത്ത് വാങ്ങിച്ചത്. അന്ന് 2007 മുതൽ നമ്മുടെ കമ്പനിയുടെ പേര് പാനസോണിക് ലൈഫ് സൊല്യൂഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. സ്വിച്ചസ് ആയിരിക്കും, സ്വിച്ചസ് മാത്രമാണ് അതിലുള്ളത്. കേബിൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കേബിൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറെ പേരൊക്കെ വയറിലേക്ക് എടുക്കുന്നില്ല. എത്ര ഒരു വയർ യൂസ് ചെയ്തോ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. പെൻഡ സ്വിച്ചസ് എത്ര പെൻഡ ഫ്ലാറ്റ് കുറച്ച് യൂസ് ചെയ്ത പെൻഡ ഫ്ലാറ്റ് സ്വിച്ചസ് കഴിയോ ക്ലാസ് നമ്മുടെ റീസെന്റ് നമ്മൾ പുതിയ മോഡൽ പഴയ പെൻഡ മോഡൽ പറഞ്ഞാൽ പുതിയ പെൻഡ ഫ്ലാറ്റ് ആ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് പൊടി കയറില്ല. ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഓണാക്കിയാൽ ഓഫാക്കിയാൽ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കും. വേറെ കോമ്പറ്റീഷൻ അങ്ങനെ സ്വിച്ചസ് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ മാത്രമാണ് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ഓണാണെങ്കിലും ഓഫ് ആണെങ്കിലും ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. കാരണം ഇത് ഈ സ്വിച്ച് അഴിച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചിടാൻ പറ്റും. ആ സ്വിച്ച് അഴിയാൻ പറ്റില്ല. പക്ഷേ നമുക്കിത് ഊരിയിട്ട് രണ്ട് മോട്ടറാണ്. ഇതിന്റെ ഉള്ളിൽ വേറൊരു ഇന്നർ മോട്ടർ കൂടി വന്നതാണ്. സ്വിച്ച് ഒരിക്കലും കേടാവില്ല. സാധാ ഓപ്പറേറ്റർ വരുന്നത് ലെഗ്രാൻഡിന്റെ ഓൾസി ചെയ്യാനുണ്ട്. ഓൾസി എന്ന് പറഞ്ഞ മോഡലാണ്. ഞങ്ങളുടെ പെൻഡാ മോഡലാണ് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി അവരിറക്കിയ മോഡലാണ് ഓൾസി. നമ്മുടെ കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോമ്പറ്റ് ചെയ്ത് സെയിം മോഡൽ അതിന് സൂപ്പറായിട്ട് നമ്മൾ അറിയാം. ഇത് പ്രത്യേകിച്ച് അതിനകത്ത് ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല. ഡബിൾ ലോക്കാണോ തന്നെ ലൈറ്റ് ഓപ്പറേറ്റർ അറിയാൻ പറ്റും. ഇത് പ്രത്യേകം എല്ലാ സി ബി അടക്കം ഫ്ലാറ്റ് അടക്കം കമ്പനി പറയുന്നത് 1 lakh ഓപ്പറേഷൻ. 1 lakh ഓപ്പറേഷൻ അല്ലെങ്കിൽ 10 വർഷം ടൈം സർവീസ്. ഇതിൽ നമ്മൾ കൊടുക്കുന്നത് 10 വർഷം ടൈം സർവീസ് പ്ലസ് 2 lakh ഓപ്പറേഷൻ ആണ്. ഇരട്ടി ഓപ്പറേഷൻ ലൈഫാണ് സ്വിച്ച് പറയുന്നത്. ഒന്ന് പാസ് ചെയ്താൽ യൂസ് ചെയ്താൽ അറിയാം സോഫ്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു 26, 25 ആ റേഞ്ച് സ്വിച്ചിന്റെ വില വരുന്നത്. ഇത് നമ്മുടെ പഴയ രണ്ടാമത് ചെയ്ത കേബിൾ. അപ്പോൾ കേബിൾ നമുക്ക് വരുന്നത് മെയിനായിട്ട് രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഫിൻലക്സ് സിൽവർ ഒക്കെ ഉണ്ട്. സിൽവർ അല്ലെങ്കിൽ ആ റേഞ്ചാണ് വരുന്നത്. നമുക്ക് ക്ലാസ് 2 വയർ വരുന്നുണ്ട്. ഇത് ക്ലാസ് 5 വയറാണ്. ഇതിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈഗാന്റെ താഴെയാണ് പ്രൈസ് പോയിന്റ് വരുന്നത്. പ്രൈസ് പോയിന്റ് പിന്നെ ഇത് BIS സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്, ഓൺ പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഇതിന്റെ കോപ്പർ വന്നിട്ട് നമ്മൾ സ്റ്റെർലൈറ്റിന്റെ കോപ്പറാണ്. കമ്പനികൾ പല കോപ്പറൊക്കെ പല വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെർലൈറ്റിന്റെ കോപ്പറാണ്. സ്റ്റെർലൈറ്റിന്റെ കോപ്പർ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കോപ്പറാണ്. പിന്നെ ലൈറ്റിന്റെ PVC നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പൊ വളരെ ഒരു ക്വാളിറ്റി പറയാം, നമ്മുടെ ക്വാളിറ്റി കമ്പനി ഏതാണെന്ന് പറഞ്ഞത്. ലൈറ്റ്സിന്റെ PVC നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് പിന്നെ വരുമ്പോൾ നമുക്ക് RF വരുന്നുണ്ട്. പിന്നെ ഹൈ ഇൻഫ്ലേഷൻ ആണ് കേബിൾ വരുന്നത്. കേബിൾ യൂസ് ചെയ്തിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മെയിൻ പോയിന്റ് ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ ആദ്യം ആപ്പ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിൽ ഇതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷന്മാരെ ആപ്പ് പോയിന്റ് കയറിയിട്ടുണ്ട്. ഏത് ISന്റെ പോയിന്റ് കയറിയാൽ അറിയുന്നില്ല. ആയിരത്തിന് വരെ പോയിന്റ് അക്യൂർ ആയിരുന്നു. എത്ര പോയിന്റ് നോക്കാം നോക്കിയിട്ടില്ല. ഉള്ളിൽ ഏറ്റവും കൂടുതൽ സ്കാൻ ചെയ്ത കേബിൾ ആയിരുന്നു. കേബിള് അവർ ഇട്ടേക്ക് കടന്നില്ല. ഒരുപാട് കേബിൾ സ്കാൻ ചെയ്തത്. അപ്പോ നമുക്ക് പോയിന്റ് കേബിൾ മാത്രമല്ല MCB എല്ലാത്തിനും പോയിന്റ് വരുന്നത്. പൈസയൊക്കെ തമ്മിൽ 25 പോയിന്റ് 40 പോയിന്റ് വരും. കേബിളിന്റെ ഹീറോ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ ഇതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേറെ പരിപാടി കിട്ടുന്നില്ല. നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ മെയിൻ കാരണം നമ്മൾ ഇതിന് മുന്നേ ഇലക്ട്രീഷ്യൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ കമ്പനി പല ഇത് നടത്തിയില്ല. ഓൾ ഇന്ത്യ നടത്തുന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും മീറ്റിംഗിന് മനസ്സിലാക്കി ചോദിക്കും. പക്ഷേ നമ്മുടെ ആപ്പ് ആരും യൂസ് ചെയ്യാറില്ല. കമ്പനി സ്ട്രിക്റ്റ് ആയിട്ട് ഈ പറഞ്ഞു എല്ലാവർക്കും ഫസ്റ്റ് ആയിട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ആപ്പിലെല്ലാം രജിസ്റ്റർ ചെയ്ത് കാരണം യൂണിവേഴ്സിറ്റി അല്ല. കാരണം നിങ്ങളോട് എല്ലാ കമ്മ്യൂണിക്കേഷൻ കമ്പനികളുടെ ആപ്പ് വരിക. ഇപ്പോൾ പോയിന്റ് സ്കാനേഴ്സ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് ആപ്പിന്റെ തന്നെ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാം. കാരണം അതിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ സെൻട്രൽ കാർഡ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ അത് അപ്ലോഡ് ചെയ്തിട്ട് മാത്രമാണ് ക്യാമറ ഓപ്പൺ ആവുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി പോണവർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ്
ടെക്സ്റ്റൊക്കെ സ്കാൻ ചെയ്ത് പോയിന്റ് എടുക്കാം. പക്ഷെ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അത് വീഗാർഡ് സംഭവിച്ചിട്ടുണ്ട് ഏതൊരു സ്റ്റോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വേറൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയറാണെങ്കിൽ നമ്മളെല്ലാം ഒരു സിൽവർ കോട്ടിംഗ് ഉണ്ടോ ഇത് ചുരണ്ടാതെ ആക്സോളേറ്റർ ഒന്നും ചുരണ്ടി കഴിഞ്ഞാൽ ആ പറത്തോട് പോകും. ഒരു രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും വെച്ചാലാണ് ആ പോയിന്റ് ചുരണ്ടിയിട്ട് ആ കൂടെ ക്യാമറ ഓഫ് ആവും. നമ്മൾ ചെയ്യുന്ന ഒരു മിക്ക വർക്ക് നമ്മളത് KYC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് ആധാരം നമ്മൾ പാൻ ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്ത് ഇന്ന് രാത്രി നാളെ രാവിലത്തേക്കല്ല അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ ക്യാമറ വളരെ സ്കാൻ ചെയ്യും. അപ്പൊ നേരെ ചുരണ്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് അതിനാണ് ഓക്കെ. അപ്പോ ഈ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 7500 പോയിന്റ്സ് ഏതൊക്കെ കസ്റ്റമർ ക്രോസ് ചെയ്യുന്നോ ഞങ്ങൾ പോലും വേണ്ട നമ്മുടെ ഡാറ്റ നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യും, നിങ്ങൾ യൂട്ടിലൈസേഷൻ വരും. ആ ഒരു ബെനിഫിറ്റ് കിട്ടും. പ്ലസ് 2250 സിൽവർ പോയിന്റ്സിലേക്ക് 2250 പോയിന്റ് ക്യാഷും അത് വേറെ കിട്ടി വരും. ഏറ്റവും ഹൈയസ്റ്റ് ലെവൽ മെഗാസ്റ്റാർ ആണ്. അതായത് 500 രൂപ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഈ അപ്രൂവൽ ആവുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ വെരിഫൈ ആവുന്നുണ്ട്. അപ്പൊ 500 രൂപ മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം. എത്ര കിട്ടുന്ന ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം കൊണ്ടെടുത്ത് തന്നത്. ക്ലിയർ ആയില്ലേ? ഡൗട്ടുകളുണ്ടോ എന്താ ചെയ്യണേന്ന് വിറ്റ് തരാം. ഇല്ലാത്തവരൊന്നും സഹായിക്കണം. ആ സമയത്ത് അപ്പൊ ഒരു 5 മിനിറ്റ് നമുക്ക് കൈയോടെ ചെയ്തവര് കുഴപ്പമില്ല, ചെയ്യാത്തവരുടെ കേസാണ് പറഞ്ഞത്. ഒന്നും സഹായിക്കാം. പിന്നെ ചിലവ് എല്ലാവർക്കും നാളെ രാവിലെ കമ്പനിയിൽ കോള് വരും. പക്ഷെ ചിലവ് വിളിക്കുന്നത് ഹിന്ദിയിലായിരിക്കും. ഹിന്ദിയിലെല്ലാവർക്കും അറിയില്ലെങ്കിൽ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മലയാളത്തിൽ തിരിച്ചു വിളിച്ചു. ഹിന്ദി അറിയാതെ നല്ല രണ്ടാമത്തെ കാര്യം ചോദിക്കുള്ളൂ. നമുക്കെല്ലാം ഇതാളാണോ ഹിന്ദിയിലാണോ അറിയുമോ അവരെ. രണ്ടാമത് സ്കീംസ് അറിയാതെ പറയാം. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ സംഭവം അഥവാ അവര് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റുന്ന ടെൻഷൻ അടിക്കണ്ട. നമ്മള് നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ പോവാണ്. ഇതില് കുറച്ച് പേർക്ക് എനിക്കൊരു കോള് വന്നിട്ടുണ്ടല്ലേ ഹിന്ദിയിലാണ് മനസ്സിലാക്കുന്നത്.